സൗജന്യ യാത്ര ഒരുക്കിയ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ ബസ് യാത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തടഞ്ഞു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്ന പരാതിയെ തുടർന്നാണ് യാത്ര തടഞ്ഞത്. രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയായ ഇന്ദിരാ ഗ്യാരണ്ടിയുടെ മാതൃകയിലാണ് സ്വകാര്യ ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഒരുക്കിയത്. സ്ഥാനാർത്ഥിയും യാത്രയിൽ പങ്കെടുത്തിരുന്നു. ചിറയൻകീഴ് UDF സ്ഥാനാർത്ഥിയായ രമ്യ ഹരിദാസിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായാണ് സ്ത്രീകൾക്കായി ഇന്ദിരാ ഗ്യാരണ്ടി എന്ന പോസ്റ്ററുകൾ പതിപ്പിച്ച് സൗജന്യ ബസ് യാത്ര സംഘടിപ്പിച്ചത്. ബെല്ലടിച്ച് ഉദ്ഘാടനം നിർവഹിച്ച് സ്ഥാനാർത്ഥിയായ രമ്യ ഹരിദാസും ബസ്സിലൊപ്പം കൂടി. രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടിയിലെ ഒരു വാഗ്ദാനമായിരുന്നു സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര എന്നത്. അതിന്റെ ഒരു ട്രയൽ എന്നോണമാണ് യാത്ര സംഘടിപ്പിച്ചത്. അമ്മമാർക്കാണ് വീട്ടുപണിക്ക് പോകുന്ന ടെക്സ്റ്റൈൽ ഷോപ്പിൽ കാലത്ത് പോയി രാത്രി വരെ നിന്ന് പണിയെടുക്കുന്ന അവർക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഒരു തുക പോകുന്നത് ബസ്സിന്റെ കൂലി കൊടുക്കാനാണ്. ആ ബസ്സിന്റെ കൂലി പിടിക്കാൻ സ്ത്രീകൾക്ക് കഴിയും UDFന്റെ സർക്കാർ മെയ് 4-ാം തീയതി വരുമ്പോൾ. ലൈൻ ബസ്സിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണ സാമഗ്രികൾ സ്ഥാപിച്ചായിരുന്നു യാത്ര. സൗജന്യ യാത്രയൊരുക്കിയത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന് വിരുദ്ധമാണെന്ന പരാതിയെ തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ എത്തി യാത്ര തടയുകയായിരുന്നു. ഒട്ടിച്ചിരുന്ന സ്റ്റിക്കറുകൾ മാറ്റാനും ആവശ്യപ്പെട്ടു. മഹിളാ കോൺഗ്രസിന്റെ ഭാഗമായി നടത്തിയ യാത്രയിൽ സ്ഥാനാർത്ഥി പങ്കെടുക്കുക മാത്രമാണ് ചെയ്തതെന്ന് പ്രവർത്തകർ പറഞ്ഞു. മഹിളാ കോൺഗ്രസിന്റെ പരിപാടിയാണ്. അപ്പോൾ മഹിളാ കോൺഗ്രസിന്റെ പരിപാടിയിൽ സ്ഥാനാർത്ഥിക്ക് കയറുന്നതിൽ എന്താ കുഴപ്പം? ഒരു ഓടിക്കൊണ്ടിരുന്ന മറ്റു ബസ്സിലല്ലല്ലോ, മറ്റ് സർവീസ് പോയിക്കൊണ്ടിരുന്ന ഒരു ബസ്സിൽ കയറിയല്ല സ്ഥാനാർത്ഥി വോട്ട് ചോദിച്ചത്. മഹിളാ കോൺഗ്രസ്സുകാർ ഇരുന്നതും അതിലിരുന്നുകൊണ്ട് അവർ വെളിയിലോട്ട് കൈ കാണിച്ച് ടാറ്റ പറഞ്ഞു പോകുന്ന എല്ലാം ചെയ്തില്ലല്ലോ. അപ്പോൾ അതിനകത്ത് മഹിളാ കോൺഗ്രസിൻ്റെ പാർട്ടി പരിപാടിയിലായതുകൊണ്ട് അതുകൊണ്ടാണ് നമ്മൾ ബസ് എടുത്തത്. മറ്റേ ട്രിപ്പ് എടുക്കാണ്ട് അവർ ഓണറെ കണ്ട് ബസ് എടുക്കുകയാണ് ചെയ്തത്. തുടർ നടപടികൾ ഉണ്ടാകുകയാണെങ്കിൽ അത് നേരിടാനാണ് പ്രവർത്തകരുടെ തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം.